കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി. ഓൺലൈനായാണ് യോഗം നടന്നത്. PCC അധ്യക്ഷന്മാരും നിയമസഭാ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. 295 സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എക്സിറ്റ് പോളിലല്ല, ജനങ്ങളുടെ പോളിലാണ് വിശ്വസിക്കുന്നതെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. അരവിന്ദ് വീണ്ടും ചേരുന്നു. അരവിന്ദ്, ഈ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? വിവരങ്ങൾ. തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ AICCയിൽ എത്തിയിരുന്നു. ഇതുകൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളടക്കം ഓൺലൈനായാണ് യോഗം ചേർന്നത്. പ്രധാനമായും വോട്ടെണ്ണൽ ദിനത്തിലെ സജ്ജീകരണങ്ങൾ, കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യ യോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങളടക്കം വിവിധ സംസ്ഥാനങ്ങളെ നേതാക്കളെ അറിയിക്കുക എന്നായിരുന്നു പ്രധാന ലക്ഷ്യമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത്തവണത്തെ യോഗത്തിൽ ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ എക്സിറ്റ് പോളുകളെല്ലാം NDAക്ക് അധികാര തുടർച്ചയുണ്ടെന്ന് പ്രചരിപ്പിക്കുമ്പോഴും അതെല്ലാം മോദി പോളാണെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത്തരത്തിൽ മോദി ക്രമീകരിച്ച പോൾ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആരോപണമെന്നാണ് കോൺഗ്രസ് അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. കൃത്യമായി വോട്ടെണ്ണൽ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ബൂത്തുകളിൽ എത്തുന്ന ഏജന്റുമാർ കൃത്യമായി ഇതെല്ലാം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എല്ലാ റൗണ്ടുകളും കൃത്യമായി എണ്ണുക, അല്ലെങ്കിൽ ഇത് എണ്ണുന്നുണ്ട്, അല്ലെങ്കിൽ വോട്ടെണ്ണൽ ദിവസം കൃത്യമായി ഈ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണമെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യ സഖ്യ യോഗത്തിലും സമാനമായ രീതിയിലാണ് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സജ്ജീകരണങ്ങളെല്ലാം കൃത്യമായി പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന തലങ്ങളിലെ നേതാക്കൾക്ക് AICC നൽകിയിരിക്കുന്നത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.